നമസ്കാരം. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം നമ്മെ വിട്ടു പറഞ്ഞിട്ട് വർഷങ്ങളായി. നല്ല ഒരു പാർട്ടി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം എന്ന് പറയാതെ വയ്യ. ഞാൻ ഏതാണ്ട് 2004 മുതൽ ഞാൻ സൂര്യ ടി വിയിൽ ജോലി ചെയ്യുന്ന സമയം മുതൽ തന്നെ അദ്ദേഹവുമായി അടുത്ത വ്യക്തിബന്ധവും പുലർത്തിയിരുന്നു. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴൊക്കെ തന്നെ അദ്ദേഹവുമായി അടുത്ത വ്യക്തിബന്ധം പുലർത്തിയിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു കഴിവ്, അദ്ദേഹവും പലപ്പോഴും പല കാര്യങ്ങളിലും വഴിപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ CPM എന്ന പാർട്ടി വളരെയധികം ഉയർത്തിക്കൊണ്ടുവന്നു. ഈ ഒരു തുടർഭരണം പോലും LDFന് കിട്ടിയത് അദ്ദേഹം പണ്ട് ചെയ്ത ചില കാര്യങ്ങളുടെ ബാക്കി ഫലമായിട്ടാണ് എന്ന് പലരും ഇന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ശേഷം A വിജയരാഘവൻ താൽക്കാലിക സെക്രട്ടറി ആയി വന്നു. അതിനുശേഷം ഇപ്പോൾ MV ഗോവിന്ദൻ സെക്രട്ടറിയായി തുടരുന്നു. ഈ പാർട്ടിയെ CPMനെ ഈ ഒരു രീതിയിൽ അവരുടെ ആശയം എന്തുമാകട്ടെ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം, ആശയപരമായ രീതിയിലല്ലാതെ ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്കും പാർട്ടിയുടെ എല്ലാ മേഖലകളിലുമുള്ള കടന്നുകയറ്റങ്ങളിലേക്കും പാർട്ടി ജനങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള സാധാരണ ജനങ്ങളിൽ നിന്നും, പ്രവർത്തകരിൽ നിന്നും, എന്തിന് നേതാക്കളിൽ നിന്ന് വരെ അകലാൻ പലരെയും വെട്ടിയൊതുക്കി കാരണമായത് ഈ പുതിയ സെക്രട്ടറിയുടെ അല്ലെങ്കിൽ MV ഗോവിന്ദന്റെ പിടിപ്പുകേടാണ് എന്ന് വിശ്വസിക്കുന്ന സഖാക്കളുമുണ്ട്, രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെയുണ്ട്. കോടിയേരി ഇല്ലാത്തതിന്റെ തിക്തഫലമാണ് CPM ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തോൽവികളൊക്കെ അവിടെ നിൽക്കട്ടെ, എന്നാൽ പോലും പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നു, പാർട്ടിയുടെ അടിത്തറ തകർന്നിരിക്കുന്നു. നമ്മൾ നിരവധി വാർത്താ വിശകലനങ്ങളിൽ ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം കോടിയേരി ബാലകൃഷ്ണൻ എന്ന ഒറ്റ സെക്രട്ടറിയുടെ ബലത്തിൽ എന്തെങ്കിലും നേടിയെങ്കിൽ അതിന്റെ നേരിയ ബാക്കികൾ മാത്രമാണ്, അല്ലെങ്കിൽ നേരിയ അലിയലുകൾ മാത്രമാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ CPMന് അനുകൂലമായ ഒരു ഘടകമെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്ന് പറയപ്പെടുന്നു. തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. ജനജീവിതത്തിന്റെ അവശ്യ തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടുമ്പോഴാണ് ഒരു രാഷ്ട്രീയ പാർട്ടി കാലാതീതമാവുന്നത്. ആശയദാർഢ്യവും സംഘടനാ സംവിധാനവുമായിരുന്നു ഇതിൽ CPMന്റെ കൈമുതൽ. എന്നാൽ അതേ സംഘടനാ സംവിധാനത്തിലെ ദൗർബല്യങ്ങൾ ഇന്ന് കൂടുതൽ പ്രകടമാവുകയാണ് എന്ന് മാതൃഭൂമിയിൽ ഇതിന്റെ ഒരു വിശദീകരണം വന്നിരിക്കുന്നു. പ്രാദേശിക ജനതയുടെ മനസ്സറിയുന്ന പ്രവർത്തകരായിരുന്നു CPMന്റെ കരുത്ത്. തീർച്ചയായിട്ടും അതിന്ന് ഇല്ലാതായിരിക്കുന്നു, അതിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. സാധാരണ ജനങ്ങൾ CPMൽ നിന്ന് ബഹുദൂരം പിന്നിൽ പോയിരിക്കുന്നു, അല്ലെങ്കിൽ ദൂരെ മാറി നിന്നിരിക്കുന്നു. CPMുമായി ആ ഒരു അടിത്തറ ബന്ധം കാത്തു സൂക്ഷിക്കാൻ ഇന്ന് പ്രാദേശിക സഖാക്കൾക്ക് പോലും കഴിയാത്ത അവസ്ഥ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റികൾ അണികളോ അനുഭാവികളോ അല്ലാത്തവരുടെ പോലും ജീവിത സന്ധികളിൽ കൃത്യമായി ഇടപെടൽ നടത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്കിടയിൽ കീഴ്ഘടകങ്ങൾ താരതമ്യേന ദുർബലമായി. ജനങ്ങളിലേക്ക് ഇറങ്ങിയിരുന്ന അതിന്റെ വേരുകൾക്ക് ശക്തി കുറഞ്ഞു. അതേസമയം പാർട്ടിയുടെ മുകൾ തട്ടിലോ ഭരണത്തിലോ കീഴ്ഘടകങ്ങൾക്ക് വലിയ പങ്കില്ലാതെയായി. ഏരിയ കമ്മിറ്റികൾ ജില്ലാ സംസ്ഥാന നേതൃത്വത്തിന് കത്തുകൊടുക്കാം എന്നതിനപ്പുറം അധികാരമില്ലാത്ത സമിതികളായി മാറി. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നാകട്ടെ ആദർശ രാഷ്ട്രീയം കൈമുതലാക്കിയ പഴയ തലമുറ ഏറെക്കുറെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. മൂന്നാം തലമുറയിലെ പലരും ഏരിയ കമ്മിറ്റികൾക്കപ്പുറം വളർന്നില്ല. അവരിൽ വലിയൊരു ഭാഗം 80കളിലെയും 90കളിലെയും സാഹചര്യങ്ങളിൽ നിന്ന് കയറി വന്നവരായിരുന്നു. അവർ നേതൃത്വത്തിലേക്ക് എത്താതിരുന്നത് പാർട്ടിയുടെ പ്രക്ഷോഭ മുഖം, അല്ലെങ്കിൽ ജനഹിത മുഖം ഇല്ലാതെയാക്കി എന്ന് വിലയിരുത്തപ്പെടുന്നു. തീർച്ചയായിട്ടും സത്യമാണ്. ഇത് CPM പരിശോധിക്കേണ്ടതാണ്. CPM എപ്പോഴും എന്തെങ്കിലും തെറ്റുപറ്റിക്കഴിഞ്ഞാൽ ഉടൻ തിരുത്തും. തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തി പഠിച്ച് അത് ഉടൻ തിരുത്തും എന്ന് ഗോവിന്ദ മാഷ് പല പ്രാവശ്യം പറയും. ഒരു പ്രാവശ്യമല്ല, ഒരു 100 പ്രാവശ്യമെങ്കിലും പറയും. പക്ഷേ ഇത്രയും സംഭവിച്ചിട്ടും ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, ഉദ്ദേശം ഒരു 5-6 വർഷങ്ങളായി, ഒരു തിരുത്തലും CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അവരുടേതായ ഒരു തിരുത്തൽ പോലും ഉണ്ടായിട്ടില്ല. അവരുടെ സംഘടനാ സംവിധാനത്തിൽ വന്ന പാളിച്ചകൾ പോലും തിരുത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഫലമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് ഒരു പാർട്ടി സംവിധാനം, ഈ കൊലപാതക രാഷ്ട്രീയവും മറ്റ് രാഷ്ട്രീയ നാടകങ്ങളും രാഷ്ട്രീയ ആഭാസതനങ്ങളും ഒക്കെ മാറ്റിവെച്ചാലും ഒരു ജനകീയമായ അടിത്തറയുടെ ഒരു അംശം തീർച്ചയായിട്ടും CPMന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഉണ്ടായിരുന്നു. അത് അച്യുതാനന്ദന്റെ കാലത്തായാലും അതിനു മുൻപ് EMSന്റെയോ നായനാരുടെയോ കാലത്തായാലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നത് ഒരു സത്യമാണ്. അതിന്റെ ഒരു അലയൊലി
കോടിയേരി ബാലകൃഷ്ണനിൽ എത്തി അവിടെ അവസാനിച്ചു എന്ന് വേണം കരുതാൻ. ശക്തമായ നേതൃത്വവും സംഘടനാ സംവിധാനവും ഒരു പാർട്ടിക്ക് എങ്ങനെ ഇല്ലാതായി, എന്തുകൊണ്ടില്ലാതായി? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. തികഞ്ഞ ഏകാധിപത്യ പാർട്ടിയായി, സ്വേച്ഛാധിപത്യ പാർട്ടിയായി, ഒരാളിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന, ഒരാളാൽ നിയന്ത്രിക്കപ്പെടുന്ന പാർട്ടിയായി, രാഷ്ട്രീയ പാർട്ടിയായി CPM മാറിക്കഴിഞ്ഞിരിക്കുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ അഭാവം വലിയ ഒരു വിടവാണ് പാർട്ടിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വിടവ് വലിയ വിടവുകളായി, വീണ്ടും വീണ്ടും വലിയ വിടവുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് ജനങ്ങൾ, പ്രവർത്തകർ, സഖാക്കൾ ഒക്കെ തന്നെ പാർട്ടിയിൽ നിന്ന് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കർമ്മം കൊണ്ടും അകന്നു തുടങ്ങിയിരിക്കുന്നു. ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചാൽ ഒന്നും നമുക്ക് നേടാനില്ല, നമുക്കൊരു സ്ഥാനവും കിട്ടില്ല, നമുക്ക് ഇവിടെ ചിലർ എഴുതി വെക്കുന്ന പേരുകൾ മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന നിലയിലേക്ക് CPM എത്തിയിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. CPM-ൽ നിന്ന് പലരും മറ്റു പാർട്ടികളിലേക്ക് ഒഴിഞ്ഞു പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇതായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. CPM അടിത്തറ ശക്തിപ്പെടുത്തും, ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലും, രാഷ്ട്രീയ പ്രചരണ ജാഥകൾ നടത്തും, ഗൃഹസന്ദർശനം നടത്തും എന്നൊക്കെ പറയുന്നു. പക്ഷെ അതൊക്കെ എത്രമാത്രം ഫലവത്താകും എന്നതിനെ കുറിച്ച് പാർട്ടിക്കാർക്കോ പാർട്ടിയുടെ ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്നവർക്കോ തന്നെ ഒരു പ്രതീക്ഷയുമില്ല, വിശ്വാസവുമില്ല. അതാണ് സത്യം.